നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം ഉരുളൻകിഴങ്ങ് ചിപ്സാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് ഈ വിഭവത്തിലേക്ക് എടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് നമ്മൾ ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കൂട്ടി തിരുമ്മി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് ഓയിൽ വറുത്തെടുക്കാം. 4 മണിക്കൊക്കെ നമുക്ക് ചായയ്ക്കും അതുപോലെ തന്നെ കാപ്പിക്കും അതുപോലെ ഉച്ചയ്ക്ക് ചോറിനൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചിപ്സാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇനി നോക്കാം. ചട്ടി അടുപ്പത്ത് എടുത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച നമ്മൾ ഉപ്പും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത നമ്മുടെ ഉരുളൻകിഴങ്ങ് നമുക്കതിലേക്ക് ഇടാം. കുറച്ചായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കണ്ണാപ്പ് വെച്ച് കോരിയെടുക്കാം. നമുക്കെന്തായാലും ഓരോ ഉരുളൻകിഴങ്ങ് ആയിട്ട് നമുക്ക് അതിലേക്കിടാം. നമുക്ക് നല്ല ടേസ്റ്റോടുള്ളൊരു ഉരുളൻകിഴങ്ങ് ചിപ്സാണിത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് മറിച്ചും തിരിച്ചും നമുക്ക് കണ്ണാപ്പ് വെച്ച് നമുക്ക് മറിച്ചും തിരിച്ചും കണ്ണാപ്പ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്തായാലും നന്നായിട്ടത് ഒന്ന് മൂക്കട്ടെ. എന്തായാലും ഉരുളൻകിഴങ്ങ് ചിപ്സ് നമ്മൾ കണ്ണാപ്പ് കൊണ്ട് കോരി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. നമുക്ക് എല്ലാ ചിപ്സും നമുക്ക് കോരി പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്തിടാം. എന്തായാലും നമ്മുടെ ഉരുളൻകിഴങ്ങ് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ തോതിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.